إسلامي إن لنا من العناية ركنا غير منهدم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم. പ്രവാചകൻ സ്നേഹത്തിന്റെ വസന്തം എന്നുള്ള ഒരു വിഷയത്തിലാണ് സമസ്ത ഒരു മാസക്കാലമായിട്ട് പല പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്നേഹത്തിന്റെ വസന്തം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹീന ഫിൽ അർദ് യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. ഈ ഭൂമുഖത്ത് അല്ലാഹു തആല സഹീഹായ ഹദീസിൽ ഒരു കൂട്ടം മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നു. യുബല്ലിഗൂനി അസ്സലാം. അവർ സലാം പറയുമ്പോഴേക്കും എന്നിലേക്ക് അവർ സലാമിനെ എത്തിക്കുന്നു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ അത്തഹിയാത്തിൽ സലാത്ത് ചൊല്ലി അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല മലക്കുകളെ സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ സഞ്ചാരത്തുകാരുടെ ജോലി എന്താണ്? യുബല്ലിഗൂന അന്നി അസ്സലാം. ഹയാതി ഖൈറുൽ ലക്കും വഫാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. ഞാൻ ജീവിച്ചിരുന്നാലും നിങ്ങൾക്ക് നന്ദി, ഞാൻ മരിച്ചുപോയാലും നിങ്ങൾക്ക് നന്ദി. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്നിലേക്ക് എത്തിക്കപ്പെടുന്നു. ഫമാ റഅയ്തു മിൻ ഖൈറിൻ ഹമിദുല്ലാഹ അലൈഹി. നിങ്ങൾ ഖൈർ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വമാ റഅയ്തു മിൻ ശർറിൻ ഇസ്തഗ്ഫർതു ലക്കും. നിങ്ങളിൽ ഷർറ് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ ആ അർത്ഥത്തിലാണ് ഈ ബൈത്ത് പാടല്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും മമാത്തി ഖൈറുൽ ലക്കും. എന്റെ ഹയാത്ത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ മരിച്ചു പോയാലും നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ അമലുകൾ എന്നിലേക്ക് എത്തിക്കപ്പെടും, എന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടും. അത് പ്രദർശിക്കുമ്പോൾ ഞാൻ ഖൈർ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, ഞാൻ ശർറ് കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചൊല്ലും. ആ അടിസ്ഥാനത്തിലാണ് മൗലൂദിലെ അല്ലാഹുവിന്റെ റസൂലേ അവിടെ നിന്ന് അറിയുന്നില്ലേ, ഒരുപാട് പ്രയാസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് ദുൽമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലാഭുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മദീനത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ പറയുന്നു, മക്കളുടെ ഇബാദത്തുകൾ മാതാപിതാക്കളിലേക്ക് എത്തിക്കപ്പെടുമെന്നും മാതാപിതാക്കൾ ആ മക്കളുടെ അമലുകൾ നന്നായിരുന്നാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും അവരുടെ അമലുകൾ മോശമായിരുന്നാൽ അല്ലാഹുവിനോട് ഒന്ന് പൊറുക്കലിനെ ചോദിക്കുമെന്ന് പറയുമെങ്കിൽ ഇതാരാണ് പറഞ്ഞത്? ഇന്ന് മദീനത്ത് ജീവിച്ചിരിക്കുന്ന മദീനത്ത് പള്ളിയിലെ ഖാദിയായ പണ്ഡിതന്റെ റഹ്മത്തും മുഹ്ദാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മഹാനവറുകൾ പറയുന്നു, ഇതാ കാലത്തിൽ അമാല് സാധാരണ തന്നെ മാതാപിതാക്കൾക്ക് മക്കളുടെ അമലുകൾ കാണിക്കപ്പെടുമെന്നും മക്കളുടെ നല്ല അമലുകൾ കാണുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കുമെന്നും മക്കളുടെ മോശമായ അമലുകൾ കാണുമ്പോൾ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പറയുമെങ്കിൽ ഫന്നബിയുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബു ഔലാ, അല്ലാഹുവിന്റെ റസൂൽ അവരെക്കാളും നമുക്ക് വേണ്ടി ചെയ്യാൻ കടമപ്പെട്ടിട്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫായ നബി, കാരുണ്യവാനായ നബി. എങ്ങനത്തെ കാരുണ്യം! പുതിയ നബിയു ബി സക്രാൻ, ഒരു കള്ളുകുടിയനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേ ഒരു കള്ളുകുടിയനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേ കൊണ്ടുവന്നു. ഫഅമറ ബിദർബിഹി, അവനെ അടിക്കാൻ 40 അടി അടിക്കാൻ പറഞ്ഞു. ഫമിന്നാ മൻ യദ്രിബുഹു ബിയദിഹി,
കള്ളു കുടിക്കുന്നവന് മാത്രം ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എന്തുകൊണ്ടടിക്കാം? ചെരുപ്പ് കൊണ്ടടിക്കാം, തൂക്കുന്ന തുറപ്പ് കൊണ്ടടിക്കാം. കാരണം കള്ളുകൂടി എത്ര മോശമായ അമലാണ്. സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ എല്ലാവരും കിട്ടിയത് കൊണ്ട് അടിച്ചു. അപ്പോഴേക്കും അടിച്ചു കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, മാലഹു അഹ്സാഹുല്ലാ, എത്ര പ്രാവശ്യം ഇവനിവിടെ ഇങ്ങനെ വരുന്നു. അഹ്സാഹുല്ലാ, അവനവനെ അല്ലാഹു തആല അവനെ നിന്ദ്യനാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂലു അവന ശൈത്താനി അലാ അഖീകും, അവൻ പാപം ചെയ്തവനാണ്. പാപം ചെയ്തവൻ അവന് തെറ്റിന് നമ്മൾ കൂലി കൊടുത്തു. അവനെ ശൈത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ നിങ്ങൾ പറയരുത്. വേറൊരവസരത്തിൽ ഒരു കള്ളുകുടിയനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു സഹാബി ഉണ്ടായിരുന്നു. ഇമാർ എന്നാണ് സഹാബിയെ വിളിച്ചിരുന്നത്. ലഖബ് ഉണ്ടായിരുന്നു. ആ സഹാബി ചിരിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ആ സഹാബിയെയും അടിക്കേണ്ടി വന്നു. അടിച്ചപ്പോഴേക്കും പറഞ്ഞു, ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹ് അവനെ ലഅനത്ത് ചെയ്യട്ടെ, ഹദ്ദടിക്കപ്പെട്ടവൻ അല്ലാഹ് അവനെ ലഅനത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ വല്ലാഹി മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അവൻ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ വസന്തമാണ് പാല് കറക്കുന്നവനോട് പറഞ്ഞു, പാല് കറക്കുന്നവനെ, നിന്റെ നഖത്തെ വെട്ടിയോ? നീ നഖം വെട്ടിയില്ലെങ്കിൽ പാല് കറക്കാൻ പാടില്ല. പാല് കറക്കുന്നവനോട് നിന്റെ നഖങ്ങളെ നീ വെട്ടിയില്ലെങ്കിൽ നീ പാല് കറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കറക്കുന്നവനോട്, പാല് കറക്കുമ്പോ ഈ പശുവിന്റെ കുട്ടിക്ക് കുറച്ച് പാല് വെക്കണം, ഏറ്റവും നന്മ നിറഞ്ഞ മൃഗമാണ് ആ പശു എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പാല് കറക്കുന്നവനോട്. അങ്ങനത്തെ പ്രവാചകൻ, ഞാൻ ഈ മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. കാരണം മൃഗങ്ങളോട് ഇങ്ങനെയാണെങ്കിൽ മനുഷ്യനോട് ആ നബി എങ്ങനെയായിരുന്നിരിക്കുന്നതാണ്. പാല് കറക്കുന്നവന്റെ നഖം വെട്ടുവാൻ അപേക്ഷിച്ചു. ഒട്ടകത്തിന്റെ പുറത്ത് 3 പേർക്ക് മുകളിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒട്ടകത്തിന്റെ പുറത്ത് ഒരു സഹാബി ഇരിക്കുകയും വേറൊരു സഹാബി താഴെ നിൽക്കുകയും ചെയ്ത് സംസാരിക്കുന്നത് കണ്ടപ്പോ പറഞ്ഞു, ഈ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് മെമ്പറായിട്ട് അല്ല പടച്ചിട്ടില്ല, അതുകൊണ്ട് നീ താഴെ ഇറങ്ങി നിന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു അനൂറുൻ വദലാതിഹി യതറഖദു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്നും വന്നൂറു മിൻ വദനാതിഹി യതവഖദു, മുഖത്ത് നിന്നും മണിമണി പോലെ പ്രകാശം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു, വീട്ടിൽ വന്നാൽ ചെരുപ്പിന് അവര് തന്നെ ക്ലീൻ ചെയ്ത് പാളിഷ് ഇടുമായിരുന്നു. കുന്തു അഹ്സിലു, ഞാൻ തയ്ക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നാൽ സ്വന്തം ചെരുപ്പിന് അല്ലാഹുവിന്റെ റസൂല് തന്നെ പോളിഷ് ഇടുമായിരുന്നു. ഞാനൊരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ തച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നെറ്റിയിലേക്ക് നോക്കി, നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ആ വിയർപ്പ് തുള്ളികൾ പവിഴം പോലെ മണി പോലെ പ്രകാശം അതിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പേടിച്ചു. കാലത്ത് പോയിട്ടു അല്ലാഹുവിന്റെ റസൂലിനെ വിയർപ്പിച്ച് വേദനപ്പെടുത്തിയോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പേടിച്ചു. എന്റെ മുഖം വിളറി. കാലത്ത് നദറയിലെ അല്ലാഹുവിന്റെ റസൂല് എന്റെ മുഖത്തിലേക്ക് നോക്കി, മാലക്കി ബുഹത്തി, എന്താണ് നിന്റെ മുഖത്തിനൊരു വിഷമം? നിങ്ങളുടെ മുഖത്ത് നോക്കി നെറ്റിയിൽ നിന്നും വിയർപ്പ് വരുന്നു. ആ നെറ്റിയുടെ വിയർപ്പ് ആ എഴുക്കിൽ നിന്നും പ്രകാശം, വിയർപ്പ് തുള്ളികളിൽ നിന്നും പവിഴമുത്ത് പോലെ പ്രകാശം കാണുന്നുണ്ട്. അബൂ കബീറുൽ ഹദിലി എന്നൊരു
കവി നബിയെ കുറിച്ച് വ്യാഖ്യാനിച്ചിരുന്നു. അയാള് കണ്ടിരുന്നുവെങ്കിൽ അയാള് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞേനെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ കവി എന്താണ് പറഞ്ഞത്? ആയിഷ മുബർറഇൻ മിൻ കുല്ലി ഖുബ്ബാരി ഹൈലത്തിൻ. അല്ലാഹുവിന്റെ റസൂലിനെ ആ കവി വർണ്ണിക്കുകയാണ്, മുബർറഇൻ മിൻ കുല്ലി ഖുബ്ബാരി ഹൈലത്തിൻ. ഹൈലിന്റെ അഴുക്ക് പോലും, ഹൈലിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാവുന്ന കുഞ്ഞുകൾക്ക് രോഗമുണ്ടാവുമെന്നൊക്കെ കിതാബുകളിൽ പറയുന്നു. ഹൈല് കാലത്ത് സംയോഗം ചെയ്താൽ അതിലുള്ള കുട്ടിക്ക് അസുഖമുണ്ടാവുമെന്നൊക്കെ കിതാബുകളിൽ പറയുന്നു. ആ കവി പാടി ഹൈല് പോലും, ഹൈലിന്റെ അഴുക്ക് പോലും പെടാത്ത നബി. പാല് കൊടുക്കുന്നവരുടെ രോഗവും പിടിപെടാത്ത നബി. ആ നബിയുടെ മുഖത്ത് നോക്കിയാൽ ഇടിവെട്ടുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് പ്രകാശിക്കുന്ന കിരണങ്ങൾ പോലെ മുഖത്ത് കാണുവാൻ ചോദിക്കും. ഇത് കണ്ടപ്പോ കയ്യിലുള്ളതിന് താഴെ എന്നെ പിടിച്ചു മുത്തി. ജസാക്കല്ലാഹ് യാ ആയിഷ, ആയിഷ ജസാക്കല്ലാഹ്, മാ സറത്ത് മിന്നി കസുറൂരി മിൻകി. നീ എനിക്ക് സന്തോഷം തന്നതുപോലെ എനിക്ക് നിനക്ക് സന്തോഷം തരാൻ സാധിച്ചില്ല ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖ് ഭാര്യമാരെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു മൂമിന്റെ, നിങ്ങൾ എന്തെല്ലാം കൈകൊണ്ട് കൊടുത്താലും ശരി, നിങ്ങളെ വാക്കുകൊണ്ട് അവളെ പ്രശംസിക്കാൻ അവൾ ആഗ്രഹിക്കും. ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സ്വന്തം വാക്കുകൊണ്ട് പുകഴ്ത്തുമായിരുന്നു. എല്ലാ ഭാര്യമാരും നിങ്ങൾ എന്തെല്ലാം കോടി കോടി കൊടുത്താലും സന്ദർഭം കിട്ടുമ്പോൾ അവളുടെ അഖ്ലാഖിനെ വാക്കുകൊണ്ട് പുകഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. യാ റബീഅൽ ഖൽബി ശറഫുൽ മൗലിദി صلي على النبي محمد كل الخلائق من جهنم في حديد. ക്ലാസ്സോട് കൂടി ദുആ ചെയ്യുക.